KPCC അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിവാദത്തിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ സുധാകരനെ മാറ്റേണ്ട ഒരാവശ്യവും ഉദിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും നേടിയെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിൻ്റെ പേരിലാണ് മാറ്റി നിർത്തേണ്ടത്? ആരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊഴുപ്പിക്കുന്നത് CPIM അണികളാണ് എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അവർക്ക് കെ സുധാകരൻ എന്നാൽ ഭയമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ KPCC അധ്യക്ഷനെ മാറ്റേണ്ട ഒരു കാരണവും ഉദിക്കുന്നില്ല. അദ്ദേഹം തന്നെയായിരിക്കണം നിയമസഭയിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത്. മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവുള്ളപ്പോൾ അണികൾ ആത്മവീര്യത്തോടുകൂടി നിൽക്കും. കെ സുധാകരൻ കോൺഗ്രസിനെ നയിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളം തൂത്തുവാരും. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് 90-ലധികം സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസ് വിചാരിച്ചാൽ കേരളത്തിൽ സാധിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പാലക്കാട് ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത് 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. നിലവിലുള്ള പാലക്കാടിലെ നഗരസഭയിൽ 4,600-ലധികം വോട്ടിൻ്റെ ലീഡും പിരായിരി, അതുപോലെ തന്നെ കണ്ണാടി, മാത്തൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ സർവകാല റെക്കോർഡ് ലീഡിലേക്കുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചു കയറിയത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? ഒന്ന് ആലോചിക്കണം. KPCC പ്രസിഡൻ്റായി കെ സുധാകരൻ വന്നതിന് ശേഷമുള്ള ബൈ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനിലെയും ഒക്കെ വോട്ട് ഷെയർ നോക്കിയാൽ UDF കോട്ടകൊത്തളങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, LDF കോട്ടകൊത്തളങ്ങളിൽ പോലും ക്രമാതീതമായി UDF വോട്ടുകൾ വർദ്ധിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ മാറ്റാം എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അത് ആത്മഹത്യാപരമായിരിക്കും. കോൺഗ്രസ്സിന് ഒരു വലിയ മൊറൈൽ ബൂസ്റ്റ് കൊടുക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. തീർച്ചയായും കണ്ണോത്ത് കരുണാകരൻ എന്ന K കരുണാകരനെ പോലെ തന്നെ ലീഡർ എന്ന് അക്ഷരം പ്രതി തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിഷയം ഉദിക്കുന്നത് പോലുമില്ല. പിണറായി വിജയൻ്റെ ഓഫീസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവർ മാത്രമല്ല, നിരവധിയായിട്ടുള്ള CPIM MLA-മാർക്ക് വലിയ പരാതിയാണ്. മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രിക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ തിരിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള CPIM മന്ത്രിമാർക്കെതിരെ വലിയ തോതിലുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ CPIM-ൻ്റെ MLA-മാർ തന്നെ നടത്തുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിനുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരു രീതിയിലുള്ള തിരിച്ചടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും കെ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തൂ, എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അസംബന്ധ ചോദ്യങ്ങൾ വാസ്തവമാണോ എന്ന് വിചാരിക്കൂ. നേരത്തെ അറിയാം, വലിയ രീതിയിൽ പോസ്റ്റുകൾ വന്നു കൊടിക്കുന്നിൽ സുരേഷിന് പകരമായി KPCC സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതി. കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നതിലും നല്ലത് കോൺഗ്രസ് പിരിച്ചുവിടുന്നതായിരിക്കും നല്ലതെന്ന് നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ട്രോളുകളും ഉദിച്ചു വന്നിരുന്നു.